അപ്പോൾ 31st ആയിട്ട് വലറ്റയിലൊക്കെ ഇറങ്ങിയതാണ്. ബോൾട്ടിനാണ് വന്നത്, പക്ഷേ കൂടുതൽ ലൊക്കേഷൻ ഒന്ന് മാറിപ്പോയി. മാൾട്ട വാട്ടർ ഫ്രണ്ടാണ് കൊടുത്തത്. അപ്പോൾ ഇനി ഒരു 1/2 കിലോമീറ്റർ ആണെന്ന് തോന്നണം നടക്കണം. പക്ഷേ ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് വന്നത്, അതുകൊണ്ട് എന്തായാലും കൊള്ളാം. ഇവിടുത്തെ കപ്പലൊക്കെ കിടക്കണം. നാട്ടിലെ കൊച്ചിൻ ഷിപ്പാടിൻ്റെയൊക്കെ ഭാഗത്തോട് നടക്കണ പോലെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കപ്പലാണ്. അങ്ങനെ നമ്മൾ നടന്നൊരു ലിഫ്റ്റുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ലിഫ്റ്റ് കയറി പൊക്കത്തേക്ക് പോകും, അല്ലെങ്കിൽ കുറേ നടക്കണം, 1/2 കിലോമീറ്ററോളം ചുറ്റി നടക്കണം. അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് എടുത്ത് പോകാം. ഇതാണ് വഴി. ഇവിടെ നിന്ന് നേരെ പോയി ലിഫ്റ്റ് എടുക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല വലിയ ലിഫ്റ്റാണ്. അതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ആ കണ്ടതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ €1 ആണ്. €1 കൊടുത്ത് നമുക്കിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് പൊക്കത്തേക്ക് പോകാം. നടക്കാൻ എനിക്ക് വയ്യ ഗൈസ്. എനിക്ക് തലിഞ്ചട ബസ് കാർഡ് ഉണ്ടായതുകൊണ്ട് ടിക്കറ്റ് എടുക്കണ്ട എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ലാബ് ഇവിടെ എല്ലാ തലിഞ്ചട കാർഡ് വെച്ച് കിട്ടുന്നതുകൊണ്ട് കൊള്ളാം. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ കയറാൻ നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തള്ളിയാൽ മതി. ഞാൻ പഞ്ച് ചെയ്യണമെന്നൊക്കെ ഓർത്തു, പക്ഷേ ജസ്റ്റ് തള്ളിയാൽ മതി. ലിഫ്റ്റിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഓക്കോടാണ്. ശരിക്കും നമ്മൾ വെല്ലറ്റയുടെ ബസ് ടെർമിനലിലേക്ക് വരാൻ നേരത്ത് ഈ സ്ഥലം ഇത്ര പൊക്കത്താണെന്ന് മനസ്സിലാവില്ല. ഈ വാട്ടർ ഫ്രണ്ടിൽ നിന്ന് ലിഫ്റ്റ് കയറപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ പൊക്കത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൊക്കത്തെത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് നമുക്ക് തെരുവ് പട്ടികളെ കാണാൻ പറ്റില്ല, പക്ഷെ തെരുവ് പൂച്ചകൾ കുറേ ഉണ്ട്. ഒരു ട്രീ ഇവിടെ ഉണ്ട്, ഒരു ട്രീ അപ്പുറത്തുണ്ട്. പുറകിലുള്ള കാഴ്ചകൾ. മാൾട്ടയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റുകളാണുള്ളത്. ആ സ്ട്രീറ്റ്സ് എല്ലാം നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മാൾട്ടയിലുള്ള മിക്ക ആൾക്കാരും 31st ടൈമിൽ വെല്ലറ്റയിലുണ്ടാവും. ഈ കൊച്ചിയിലുള്ള ഒരു ഫോട്ടോ വെച്ച് പോണ പോലെ. ഇത്ര നേരം ക്രൗഡില്ലായിരുന്നു, ഇനി ക്രൗഡിൻ്റെ ഇടയിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടുത്തെ എല്ലാ മെയിൻ സ്ട്രീറ്റിലും ഇതുപോലെ ലൈറ്റുകൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അറ്റം വരെ എവിടെ നോക്കിയാലും ലൈറ്റാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം തിരക്കുണ്ടെന്ന്. എനിക്ക് വീഡിയോയിൽ കണ്ട് മനസ്സിലാവണ്ടാന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല തിരക്കാണ്. ഇപ്പോൾ വരെ ഈ രാജ്യത്ത് വലിയ വയലൻസോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് UK പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫോൺ അടിച്ചുകൊണ്ട് പോകും, ഫോൺ പിടിച്ച് പറിക്കുമെന്നൊക്കെ. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു പള്ളിയും ഇതിനു മുന്നേ തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇതും സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രം തുറക്കുന്ന പള്ളിയായിരിക്കും. പിന്നെ ഈ രാജ്യത്ത് ദിവസത്തിൻ്റെ എണ്ണത്തിനേക്കാളും കൂടുതൽ പള്ളിയുടെ എണ്ണമുണ്ട്. കണക്കുകൾ പ്രകാരം ഇവിടെ 366 പള്ളി അങ്ങനത്തെ ഉണ്ട്. ഇവിടെ ഇത്ര തിരക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. കാര്യം ഇതിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് വരേണ്ട സ്ഥലം. സെൻറ്റ് ജോർജ് സ്ക്വയറിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അവിടെയാണ് കൗണ്ട് ഡൗണും ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇവിടെ ഇരിക്കാൻ നമുക്ക് പറ്റിയില്ല. അവിടെ ഇതാണ് സെൻറ്റ് ജോർജ് സ്ക്വയർ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. കൗണ്ട് ഡൗണിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. കുറച്ചും കൂടി തിരക്കായിരിക്കും. നല്ല തിരക്കെന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ തിരക്കുണ്ട്, പക്ഷെ ഇതിലും കൂടുതൽ തിരക്കായിരിക്കും. ഇപ്പോഴേ ഇവിടെ തൂങ്ങി നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റും ബുക്ക്ഡാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് സെൻറ്റ് ജോർജ് സ്ക്വയറിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരും കാര്യങ്ങളൊക്കെ കൂടുതലായി, ലൈറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര വർഷത്തിനിടയ്ക്ക് ഞാൻ ന്യൂ ഇയറിന് കൊച്ചിയിൽ നിന്ന് അറിയിക്കുന്നത്. കാര്യം എൻ്റെ വീട് കൊച്ചിയിലാണ്. ന്യൂ ഇയറിന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാ കൊച്ചിക്കാരുടെ ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സാധിച്ചില്ല. നമുക്ക് ലൈഫിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് നോക്കേണ്ടി വരും. അതിനകത്തൊരു കാര്യമാണിത്. എനിക്ക് ഈ രാജ്യം നമ്മുടെ നാട് പോലെ തന്നെ തോന്നാറുള്ളത്. കാര്യം ഇവരുടെ ആഘോഷങ്ങളിൽ നമ്മളങ്ങനെ മാറ്റി നിർത്താറോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര റേസിസോ കാര്യങ്ങളൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് അവരുടെ കൾച്ചർ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അല്ലാതെ നമ്മുടെ കൾച്ചർ അവിടെയൊക്കെ അടിച്ചേൽപ്പിക്കുക, അതൊക്കെ ഒന്നും നടക്കുന്ന കാര്യമില്ല. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ പല വീഡിയോസും പല സ്ഥലത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.